ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ടി.എം. ഗോപിനാഥ് പിള്ളി. പ്രായമുള്ളവർക്ക് വാക്സിൻ വേണോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ അടുത്ത ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത്, ഡോക്ടറെ, എനിക്കിപ്പോൾ 70 വയസ്സായി, ഞാൻ എന്തെങ്കിലും വാക്സിനേഷൻ എടുക്കണോ എന്ന്. അപ്പോഴാണ് എനിക്കത് ക്ലിക്ക് ചെയ്ത് ആ വിഷയം തന്നെ നമുക്കിന്ന് ചർച്ചയ്ക്ക് എടുക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ വാക്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. നമുക്ക് രോഗപ്രതിരോധ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാക്സിനേഷൻ. അതായത് പല രോഗങ്ങളെയും നമ്മൾ തടഞ്ഞു നിർത്തുന്നത് നമ്മൾ വാക്സിനേഷൻ കൊണ്ടാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ പോളിയോ വാക്സിൻ കൊടുക്കുന്നു, DTP കൊടുക്കുന്നു, മീസിൽസ് വാക്സിൻ കൊടുക്കുന്നു. ഇങ്ങനെ പല വാക്സിനേഷനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്മോൾ പോക്സ് വാക്സിനേഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. അതായത് വസൂരി എന്ന രോഗം കൊണ്ട് അനേക ലക്ഷങ്ങളാണ് ഭൂമിയിൽ മരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ അതിനെ ഉന്മൂലനം ചെയ്തു, ആ രോഗത്തെ, വസൂരിയെ. അത് വാക്സിനേഷൻ എന്ന ഒറ്റ പ്രക്രിയ കൊണ്ടാണ്. ലോകത്ത് തന്നെ ഇന്ന് ആ വൈറസ് ഇല്ല. അതുപോലെ തന്നെയാണ് പോളിയോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പോളിയോ ബാധിച്ച് കാല് തളർന്ന് നടക്കാൻ വയ്യാത്ത അല്ലെ വടിയുടെയൊക്കെ ആശ്രയമുള്ള പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോളിയോ രോഗത്തെയും നമ്മൾ ഒരു പരിധിവരെ ഇന്ന് ലോകത്തു നിന്ന് തന്നെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. ലോകത്ത് 1-2 രാജ്യങ്ങളിൽ മാത്രമേ ഇന്ന് പോളിയോ ഉള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇമ്മ്യൂണൈസേഷൻ അല്ലെ വാക്സിനേഷൻ കൊണ്ടാണ് നമ്മളതിനെ നിയന്ത്രിച്ച് നിർത്തിയത്. അപ്പോൾ വാക്സിനേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മളത് കുട്ടികൾക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ അല്പം പ്രായമുള്ളവർ അല്ലെങ്കിൽ അഡൽട്ടായിട്ടുള്ളവർ, അതുപോലെ തന്നെ പ്രായം 50-ഓ 60ഓ ഒക്കെ കഴിഞ്ഞവർ ഒക്കെ വാക്സിൻ എടുക്കണോ? അത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലപ്പോഴും ഇങ്ങനെ പ്രായമുള്ളവർക്ക് വാക്സിൻ കൊടുക്കാൻ പലപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല. വാക്സിൻ അവർ പലപ്പോഴും എടുക്കുന്നുമില്ല. അത് പലപ്പോഴും അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. തീർച്ചയായിട്ടും പ്രായം ഉള്ളവർക്കും വാക്സിനേഷൻ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതെല്ലാം വാക്സിനാണ്, എപ്പോഴാണ് എടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് അവർക്കിത് ആവശ്യം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പ്രായമുള്ളവർക്ക് എന്തുകൊണ്ടാണ് വാക്സിനേഷൻ വേണം എന്ന് പറഞ്ഞതിനെപ്പറ്റി നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതായത് പ്രായമുള്ളവർക്ക് അവരുടെ രോഗപ്രതിരോധ ശക്തി അല്ലെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. ആ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ അവർക്ക് പല ഇൻഫെക്ഷൻസിനും വരുന്നു. പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ന്യൂമോണിയ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് മറ്റു പല കാലിൽ അല്ലെങ്കിൽ വ്രണങ്ങളുണ്ടാകുന്നു, ശരീരത്തിൽ പലതരത്തിലുള്ള രോഗാണു കൊണ്ടുള്ള ഇൻഫെക്ഷൻ വരുന്നു. പലപ്പോഴും അവരത് അതിനുവേണ്ടി ആശുപത്രി വാസം വേണ്ടി വരുന്നു. അതുതന്നെയല്ല, പലപ്പോഴും ഇത് അവർക്ക് മരണകാരണമാകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകുകയില്ല. അവരുടെ ലൈഫ് തന്നെ കൂടുതൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമതായിട്ട്, ഈ പ്രായമുള്ളവർക്കൊക്കെ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രായമുള്ളവരിൽ മിക്കവരും ഇന്ന് പ്രമേഹ രോഗികളാണ്, അല്ലെങ്കിൽ അവർക്ക് കൊളസ്ട്രോൾ പ്രശ്നമുണ്ട്, അവർക്ക് ഹാർട്ടിന് രോഗം വന്നിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുള്ളതായിരിക്കാം. ഇങ്ങനെ പലവിധ രോഗങ്ങൾ കൊണ്ടും അവശത അനുഭവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ പ്രായമുള്ള മിക്കവരും. അപ്പോൾ ഇങ്ങനെ പലവിധ അസുഖങ്ങൾ ഉള്ളവർക്ക് ഇൻഫെക്ഷൻ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് അവരുടെ രോഗത്തെ കൂടുതൽ സങ്കീർണമാക്കും. അത് പിന്നെയും ആശുപത്രി ചികിത്സയ്ക്ക് ഉള്ള ഒരു സാഹചര്യം ഒരുക്കും. ചിലപ്പോഴൊക്കെ അത് മരണത്തിനും കാരണമാകും. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഏതെല്ലാം വാക്സിനാണ് എടുക്കേണ്ടത് അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫ്ലൂ വാക്സിനാണ്. അതായത് ഇൻഫ്ലുവൻസ എന്ന രോഗത്തെപ്പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. വളരെ നിസ്സാരമായ ഒരു രോഗമാണ്. എങ്കിലും ഈ പ്രായമായവരിൽ ഫ്ലൂ അല്ലെ ഇൻഫ്ലുവൻസ ഒക്കെ വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഗൗരവമായ മറ്റ് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും. ഉദാഹരണമായിട്ട് അവർക്ക് ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രായമായവർക്ക് ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ ബുദ്ധിമുട്ടാണ്. അത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ കാരണമാകാം. അപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ അല്ലെങ്കിൽ ഫ്ലൂ വാക്സിൻ നമ്മൾ എടുക്കണം. ആ ഫ്ലൂ വാക്സിൻ ആനുവലായിട്ട് 1 വർഷത്തിൽ ഒരിക്കൽ എടുത്താൽ മതി. പലരും ബ്രിട്ടീഷുകാർ അല്ലെ പടിഞ്ഞാറുള്ളവരൊക്കെ പറയുന്നത് ഒക്ടോബർ മാസത്തിൽ എടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, നമ്മൾ ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കണം. ഈ ന്യൂമോകോക്കൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ രോഗത്തെ പ്രതിരോധിക്കും. അതുപോലെ തന്നെ ന്യൂമോകോക്കസ് മൂലമുള്ള ന്യൂമോണിയയെയും അത് പ്രതിരോധിക്കും. അപ്പോൾ പ്രായമുള്ളവർക്ക് ന്യൂമോണിയ വരാതെ സംരക്ഷിക്കുന്നതിന്
ഈ ന്യൂമോകോക്കൽ വാക്സിൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രായമുള്ളവർ എടുക്കണം. അതും വർഷത്തിൽ ഒരിക്കൽ ഒരു ഡോസ് എടുത്താൽ മതി. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രായമുള്ളവർക്കുള്ളത് സോസ്റ്റർ വാക്സിനാണ്. അതായത് ഹെർപ്പിസ് സോസ്റ്റർ എന്നൊരു അസുഖത്തെപ്പറ്റി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് ദേഹത്ത് കുമിള പോലെ വരുന്നു, നമ്മുടെ ഒരു ഞരമ്പ് പോകുന്ന ഭാഗത്താണത് കുമിള പോലെ വരുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ സിവിയറായിട്ടുള്ള വേദന വരുന്നു. നമ്മുടെ ചിക്കൻ ബോക്സ് വൈറസിനൊരു റീആക്ടിവേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു വാക്സിൻ അവൈലബിളാണ്. അപ്പോൾ ആ രോഗം വരാതിരിക്കുകയാണെങ്കിൽ സോസ്റ്റർ വാക്സിൻ എടുക്കണം. ആ വാക്സിൻ അത് മിനിമം 2 ഡോസെങ്കിലും എടുത്താൽ മതി. പിന്നെ മറ്റൊരു ആണ് നമ്മൾക്ക് COVID-19 പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. COVID-19 വാക്സിനും ഈ പ്രായമുള്ളവർ എടുക്കേണ്ടതാണ്. കാരണം COVID-19 പ്രായമുള്ളവരിൽ വന്നു കഴിഞ്ഞാൽ അത് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന നമ്മുടെ DPT വാക്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഡിപ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്. ഈ 3 രോഗങ്ങളെ തടയാനുള്ള വാക്സിനാണ് നമ്മൾ DPT ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ള DPT വാക്സിൻ നമ്മൾ പ്രായമായവർക്കും അഡൽട്ടായിട്ടുള്ളവരും ഒരു പ്രാവശ്യമെങ്കിലും എടുക്കണം. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 10 വർഷം കഴിഞ്ഞ് അത് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ DPT വാക്സിൻ എടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് B വരാതിരിക്കാനുള്ള വാക്സിനുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ്. അതായത് ഒരു മഞ്ഞപ്പിത്ത രോഗമാണ്. വളരെ ഗൗരവമായി കാണേണ്ട ഒരു മഞ്ഞപ്പിത്ത രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് B. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നത് ഹെപ്പറ്റൈറ്റിസ് A ആണ്. അതിൻ്റെ വൈറസ് ഭക്ഷണത്തിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കൂടിയുമാണ് പകരുന്നത്. അതേസമയത്ത് ഹെപ്പറ്റൈറ്റിസ് Bയുടെ വൈറസ് അങ്ങനെയല്ല. അത് രക്തത്തിൽ കൂടിയും ബോഡി സ്രവങ്ങളിൽ കൂടിയും സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ കൂടിയൊക്കെയാണ് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെത്തുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് മാറ്റുക വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അത് ചിലപ്പോൾ ലിവർ ക്യാൻസറിന് വരെ കാരണമാകാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് B വരാതിരിക്കണമെങ്കിൽ അതിന് വാക്സിനുണ്ട്. അത് നമ്മൾ 2 ഡോസെങ്കിലും മിനിമം എടുത്താൽ മതി. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ മറ്റൊരു വാക്സിനുണ്ട്, MMR വാക്സിൻ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല ഇങ്ങനെയുള്ള 3 രോഗങ്ങളെ തടയാനുള്ള വാക്സിനാണ് MMR വാക്സിൻ. അപ്പോൾ MMR വാക്സിനും നമ്മൾ 1 ഡോസെങ്കിലും മിനിമം എടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാക്സിനുണ്ട്, അതായത് HPV വാക്സിൻ എന്നുണ്ട്. അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് അതിനെ പറയുന്നത്. പല രോഗങ്ങളും ഇന്ന് മനുഷ്യരിൽ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജെനിറ്റൽ വാർട്സ് ആണ്. അതായത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും അവരുടെ ലൈംഗിക അവയവങ്ങളിൽ വാർട്ട് അല്ലെങ്കിൽ ചെറിയ തടിപ്പുകളുണ്ടാകുന്നു. പിന്നെ മറ്റൊന്ന് സ്ത്രീകളിലുണ്ടാകുന്ന സെർവിക്കൽ ക്യാൻസറാണ്. അതായത് ഗർഭാശയ മുഖ ക്യാൻസർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അപ്പോൾ ഈ വാക്സിൻ എടുക്കുന്നതിലൂടെ ഈ വളരെ പ്രധാനപ്പെട്ട 2 രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതായത് സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയ മുഖ ക്യാൻസറും അതുപോലെ തന്നെ ജെനിറ്റൽ വാർട്സ്, അത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഉണ്ടാകാം. ഇത് 2നെയും തടയാൻ ഇത് വളരെയധികം സഹായിക്കും. അതുകൂടാതെ ഈ അടുത്ത കാലത്ത് നടത്തിയ പല ഗവേഷണങ്ങളും കാണിക്കുന്നത് നമുക്ക് വായിൽ വരുന്ന ക്യാൻസർ, നമ്മുടെ മൗത്ത്, ടങ് ഇങ്ങനെ വായിൽ വരുന്ന ക്യാൻസർ, നമ്മുടെ ത്രോട്ടിലുണ്ടാകുന്ന ക്യാൻസർ, നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ, ഇങ്ങനെയുള്ള പല ക്യാൻസറുകളും, അതുപോലെ തന്നെ പെനിസ് പുരുഷ ലൈംഗിക അവയവത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, സ്ത്രീകളുടെ വജൈന തുടങ്ങിയ ഭാഗങ്ങൾ ഉണ്ടാകുന്ന ക്യാൻസർ, ഇവയൊക്കെ തടയാൻ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്സിനേഷൻ എല്ലാവരും തന്നെ എടുക്കണം. പ്രായമുള്ളവരും, അതായത് 45 വയസ്സ് വരെ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. എങ്കിലും സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ വാക്സിൻ എടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് 9 മുതൽ 13 വയസ്സിനിടയ്ക്കാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്. അതായത് ആദ്യത്തെ സെക്ഷൽ കോണ്ടാക്റ്റിന് മുമ്പ് തന്നെ ഈ വാക്സിൻ എടുത്തിരുന്നാലേ കൂടുതൽ ഫലപ്രദമായി അത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്സിനേഷൻ നമുക്ക് എല്ലാവരും എടുക്കുക. അപ്പോൾ പലതരത്തിലുള്ള വാക്സിൻ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ വാക്സിൻ ചിലപ്പോൾ നേരത്തെ എടുത്തിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ പലർക്കും സംശയം കാണും. അപ്പോൾ നിങ്ങളത് റീവാക്സിനേഷൻ ഒന്നുകൂടി എടുത്താലും യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ വാക്സിൻ ചിലപ്പോൾ നമുക്ക് ശരീരത്തിൽ കുത്തിവെക്കുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വാക്സിനേഷൻ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പ്രായമായവർക്കും അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.